നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടിയുടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹെയർ ടിപ്സിൻ്റെ ആണ് ഇന്നത്തേത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുടി നല്ല ഉള്ളോട് കൂടി സിൽക്കി ആയിട്ട് കിടക്കുന്നതിന് നമുക്ക് കണ്ടീഷണറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ലാതെ നമുക്ക് നല്ല സിൽക്കി ആയിട്ട് മുടിക്ക് നല്ല ഒന്നും കൂടി നീളം നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ നല്ല ഉള്ളോടുകൂടി ഇപ്പോൾ കണ്ടല്ലോ, ആ മുടി നല്ല ഇതായിട്ട് കിടക്കുന്ന കാണിച്ചു കണ്ടില്ലായിരുന്നു. അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സിൽക്കി ആയിട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ മുടി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കെമിക്കൽ ഒന്നും ചേരാതെ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല രീതിക്കായിട്ട് മുടി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചുരുണ്ട മുടിയാണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല ഇതായിട്ട് കിടക്കാനായിട്ട്, ചേട പിടിക്കാതെയൊക്കെ നല്ല ഇതായിട്ട് കിടക്കാം. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മുടിയിൽ ഇങ്ങനെ ചെയ്തേച്ച് പോയാൽ നമുക്ക് ഒരാഴ്ച വരെ നമ്മുടെ മുടി ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അത് പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. ഒരാഴ്ച വരെ നമ്മൾ എണ്ണ പുരട്ടരുതെന്നേ ഉള്ളൂ. എണ്ണ പുരട്ടിയാൽ നമ്മുടെ മുടി പഴയ പോലെ ആകും. എണ്ണ പുരട്ടാതിരുന്നാൽ നമുക്ക് മുടി വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എണ്ണ പുരട്ടി വാഷ് ചെയ്തിരുന്നാൽ മതി. വേറെ ഒന്നും ചെയ്ത് നമ്മൾ ഫസ്റ്റ് മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച വരെ നമ്മുടെ മുടി അങ്ങനെ നല്ല സിൽക്കി ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. അത് നിങ്ങളത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ മാത്രമേ മുടി വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ അത് എന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടിപ്സാണ്. ഞങ്ങളിവിടെ മിക്കപ്പോഴും ചെയ്തത് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വീണ്ടും പിന്നെ നിങ്ങളിതിലേക്ക് ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടോ. നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്കെങ്കിലും ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടല്ല പറയുന്നത്, ആദ്യമായിട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അപ്പം അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാവേ. അപ്പം നമുക്കിതിന് വേണ്ടത്, നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ കേശവർദ്ധിനി ഇതിനകത്തിരുന്ന് എന്നതിനാന്ന് ചോദിച്ചാൽ മുടി വളരാനും മുടി കറക്കാനും ഒക്കെ നല്ലതാണ് ഈ കേശവർദ്ധിനി എന്ന് പറയുന്നത്. ഇതറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇത് എണ്ണ കാച്ചുന്നതിനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ നീര് തലമുടിയെ പറ്റിയാലും മുടി കറക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം മുടി പൊഴിച്ചിലും ഒക്കെ മാറാൻ നല്ലതാണ്. അപ്പം ഞാൻ മിക്കപ്പോഴും എന്നതിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള നമ്മൾ തലയിലൊക്കെ പറ്റുന്ന ടെന്നിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഒരിച്ചിരി കേശവർദ്ധിനിയുടെ ഇലയും കൂടെ അതിനകത്തോട്ട് ഇട്ടൊന്ന് അതിൻ്റെ നീരൊന്ന് തിളപ്പിച്ച് നല്ല ഇതായിട്ടൊന്ന് എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന്, ഇതാദ്യം കിടക്കണമെന്നില്ല, ഒന്നിച്ച് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. അപ്പം ഇതിനകത്തിട്ടൊന്ന് നല്ലപോലെ തിളച്ചെടുക്കേണ്ട സാധനമാണ്. അപ്പം അതിനകത്തേക്ക് നമ്മളിനി ഇച്ചിരി ഒരു ഇതും കൂടാണ് ചേർക്കുന്നത്. ചണവിത്തെന്ന് പറയും, ഫ്ലാക്സീഡാണിത്. അപ്പം ഈ ഫ്ലാക്സീഡ് ആണെങ്കിൽ അങ്ങാടിക്കട മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഞാനതൊരു 3 സ്പൂൺ എടുത്തു. അതും കൂടി ഇതിനകത്തോട്ടിട്ട് ഈ വെള്ളം നല്ല കൊഴുപ്പാകും കേട്ടോ. നല്ലപോലെ കൊഴുപ്പാവും. ഇനി നിങ്ങൾക്ക് ഈ ഇല ഇതിനകത്ത് കിടക്കുന്ന ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ വെള്ളം തിളച്ച് ഇലയൊന്ന് നല്ലപോലെ തിളച്ച് അതിൻ്റെ ഇറങ്ങി വാടി കഴിയുമ്പോഴത്തേക്ക് ഇല എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഈ ചണവത്തിൻ്റെ ഇതിനകത്തോട്ടിട്ട് നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാം. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ടങ്ങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഇച്ചിരി കൊഴുപ്പുള്ള സാധനമാണ് ഈ ചണവത്തെന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഈ ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചൊക്കെ ഇടാം കേട്ടോ. ഞാൻ ചുമ്മാ ഇപ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നപടി അങ്ങ് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇനി എല്ലാവരും ചോദിക്കില്ല ഇല കുഞ്ഞതാക്കി ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനൊന്നുമില്ല. ഇത് എങ്ങനെ ഇട്ടാലും ഇതിൻ്റെ സത്ത് ഇതിനകത്തോട്ട് ഇറങ്ങിയാൽ മതി. ആ നീരും എല്ലാം ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലേക്കൊന്ന് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കും. ഒരു ജെല്ല് പോലത്തെ സാധനമാണ് ഈ വിത്ത്. അതിനകത്തു നിന്നുള്ള ഇത് ഇറങ്ങുന്നത് ജെല്ല് പോലെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചപ്പോൾ തീ കുറച്ചിട്ടേക്കുവാണ്. തീ കുറച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ ഈ വിത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. പശപ്പുള്ള സാധനമാണ്. ഇത് നല്ലപോലെ തിളച്ച് ഇതിൻ്റെ പുറത്ത് മുഴുവൻ ഒരുമാതിരി പത പോലെ വരും. അപ്പം നമുക്കറിയാം, അതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കറിയാം ഒരു ജെല്ല് പോലെ നമുക്ക് തോന്നും. ഈ കേശവർദ്ധിനിയുടെയൊക്കെ തൈയൊക്കെ എവിടുന്നേലൊക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരെണ്ണം കൊണ്ടേ നട്ടാൽ മതി കേട്ടോ. പിന്നെ മിറ്റം നിറച്ചും അതായിക്കോളും. ഇതിൻ്റെ പൂവിൻ്റെ അരി വീണാണ് ഉണ്ടാകുന്നത്. അതിനിഷ്ടം പോലെ ഞാനൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞ് പിന്നെ പറിച്ച് കളയല പരിപാടി. പിന്നെ വെച്ചാൽ ഇങ്ങനെ ചെറിയ തൈകളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ കാച്ചുമ്പം അത് ചൂടെ ഇങ്ങനെ പറിച്ചെടുത്തേച്ച് അതിൻ്റെ വേരോട് കൂടി തന്നെ എണ്ണ കാച്ചുന്നതിനും ഒക്കെ അങ്ങ് എടുക്കും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിനകത്തൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആ തൈകൾ കിളുത്ത് വരുന്നത്. ഇത് പൂത്ത് വയ്ക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു വയലറ്റ് കളർ പൂവാണ്. നമുക്കൊരു ഇഷ്ടം തോന്നും അതിനോട്. പിന്നെ നല്ലപോലെ ഒന്ന് വെന്തിറങ്ങട്ടെ ഇതിനകത്തുനിന്ന്.
ഇത് കണ്ടോ, ഇത് നല്ലപോലെ ഇപ്പോൾ ഒന്ന് കൊഴുപ്പായിട്ടുണ്ട്. പത പോലെ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇടുമ്പോൾ നമുക്കറിയാം, സ്പൂൺ ഇടുമ്പോൾ അറിയാം. ഇത് കണ്ടോ, ഒരിച്ചിരി നൂല് പോലെയാണ് ഇത് വരുന്നത്. ഇപ്പം നല്ല പോലെ ഇപ്പോൾ അത് അതിൻ്റെ ജെല്ലെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ, ഇത് കണ്ടോ നല്ലപോലെ പതയായി, ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഇത് അരിച്ചെടുക്കാനായിട്ട്. ഇപ്പം അത് നല്ലപോലെ വന്ന് കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ നമുക്ക് ജെല്ല് കറക്റ്റായി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് തണുക്കാൻ നിൽക്കരുത്, ചൂടോടുകൂടി തന്നെ അരിച്ചെടുത്താലേ ഇത് മുഴുവനും കിട്ടുകയുള്ളൂ. തണുക്കാൻ നിന്നാൽ ഒരു ശകലം പോലും ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കട്ടിയായി പോകും. നമ്മളിത് പാത്രം എല്ലാം റെഡിയാക്കി, അരിപ്പ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ശകലം പോലും വീഴത്തില്ല കേട്ടോ. വേറെ പാത്രമിട്ട് അരിച്ചെടുക്കുക. ഇതുണ്ട്, ഇപ്പം തന്നെ അത് കട്ടയായി. ഇത് കണ്ടോ, ചൂടുണ്ടായിട്ട് പോലും ഇത് കണ്ടോ. ഇതുണ്ട്, ഈ അരിപ്പയുടെ അടിയിൽ നിന്ന് കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ തിക്കായിട്ടുള്ള ജെല്ലാവും ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക്. ഇത് കണ്ടോ, തവിയെ ഇരിക്കുന്നുണ്ട്. ഈ സ്പൂണെ കണ്ട എങ്ങനെയാണോ, ഇത് കണ്ടോ, ഇതുപോലെ കട്ടിയുള്ള ജെല്ലാവും ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇത്രയും ലൂസായിട്ടിരിക്കുന്ന സാധനമാണ് ഈ സ്പൂണിൽ ഇപ്പോൾ കട്ടിയായിട്ട് കണ്ടോ, അതുപോലെ തിക്കാകും. അപ്പോൾ അതവിടെ നിന്ന് ആറട്ടെ. നമ്മളുണ്ടാക്കിയ ജെല്ലുണ്ടല്ലോ നല്ല പോലെ തണുത്ത് കേട്ടോ. ഇത് കണ്ടോ, നമുക്കിങ്ങനെ കോരി എടുക്കാനായിട്ട് ഇച്ചിരി പാടാണ്. കൈകൊണ്ടിങ്ങനെ തെന്നി അങ്ങ് പോകും ജെല്ലായതുകൊണ്ട്. ഇത് കണ്ടോ, തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കാനും പറ്റത്തില്ല. ഇത് കണ്ടോ, കൈകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് തേക്കാമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന വേറെ രീതിയാണ് കേട്ടോ. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഇതുപോലെ സിറിഞ്ചുകൾ കാണുമല്ലോ വീട്ടിൽ, സിറിഞ്ചിനകത്ത് ഇങ്ങനെ, വീടുകളെന്ന് വെച്ചാൽ മേടിക്കാൻ കിട്ടും കേട്ടോ, കടയിൽ മേടിക്കാൻ കിട്ടും, ഒരു സിറിഞ്ചിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് തലയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരിച്ചിരി പോലും നമുക്ക് പോകത്തുമില്ല, നമ്മുടെ മേത്തും വീഴത്തില്ല. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് എല്ലാം ഇട്ടേക്കുന്ന മുടിയാണ്. ഇതിപ്പോൾ അത്ര അങ്ങോട്ട് നമുക്ക് സിൽക്കി ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ ഇതിനി നമ്മൾ തലയിൽ പരട്ടാനുള്ളതൊക്കെ പുരട്ടിക്കഴിഞ്ഞ് നമുക്ക് നോക്കാം മുടി എങ്ങനെയാണ് സിൽക്കി ആയിട്ട് കിടക്കുന്നതെന്നുള്ളത് കേട്ടോ. ഇതിനി എന്നിട്ട് നമ്മൾ മുടി ഇങ്ങനെ വകഞ്ഞെടുക്കണം കേട്ടോ. വകഞ്ഞെടുത്തേച്ച് സ്കാൽപ്പിൽ തൊട്ട് നമ്മൾ പുരട്ടി കൊടുക്കണം. കണ്ടോ, ഒട്ടും നമുക്ക് വേസ്റ്റ് ആകാതെ നമുക്ക് തലയിൽ നല്ലപോലെ തേക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു സിറിഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് പുരട്ടാൻ എളുപ്പമാണെങ്കിൽ അങ്ങനെ പുരട്ടിക്കൊള്ളുക. പക്ഷേ ഇങ്ങനെ സിറിഞ്ചിനകത്താകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും പോകാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഇതൊരാൾ നമുക്ക് തേച്ച് തരാനില്ലേലും ഇതേണ്ട ഇത് കണ്ടോ, മുടിക്കകത്തോട്ട് ഇങ്ങനെ കയറ്റേച്ച് ഇങ്ങനെ നമ്മൾ തന്നെത്താനായിട്ട് നമുക്ക് തല മുഴുവൻ നമുക്ക് പുരട്ടാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, മുടിക്കകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്ത് വേണം നമ്മളിത് പറ്റാനായിട്ട്. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് അത്രയും ഇതായിട്ട് മസാജ് ചെയ്യാൻ പറ്റത്തില്ല. തലമുടി മുഴുവൻ അങ്ങോട്ട് ജെല്ലായി കഴിയുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും, പറ്റിയതെന്നല്ല. പക്ഷേങ്കിൽ നമ്മൾ ആ പരട്ടുമ്പോൾ നല്ലപോലെ നമ്മളങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ നല്ല ഇതാണ്. നമ്മുടെ മുടിയുടെ തുമ്പത്തും ഒക്കെ നല്ലതായിട്ട് പറ്റണം. അതുപോലെ ഇവിടെയൊക്കെ നല്ല ഈ പൊടിയായിട്ടുള്ള മുടിയൊക്കെ കിളുത്ത് വരത്തില്ലേ, അതിനുമൊക്കെ നല്ലതാണിത്. അതുപോലെ തന്നെ പൊഴിഞ്ഞു പോകുന്ന മുടി കിളുക്കാനും നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നല്ലപോലെ തലയിൽ പറ്റണം, അല്ലാതെ ഇച്ചിരിയും വെച്ച് പരട്ടാൻ നിൽക്കരുത് കേട്ടോ. നല്ലപോലെ പരട്ടി കൊടുക്കണേ. അപ്പം ഞാൻ അച്ചുവിൻ്റെ മുടിയെ മുഴുവനും ഒന്ന് പരട്ടട്ടെ. തലയിൽ നല്ലപോലെ എല്ലാം പരട്ടി കേട്ടോ. പരട്ടിയതിന് ശേഷം ഇനി മുടി വാരി കെട്ടി വെക്കണം. മുടിയെ മുഴുവനും പരട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മുടിയെ മുഴുവനും പരട്ടിയിട്ടുണ്ട്. മുടി കെട്ടി വെച്ചു.
എന്നിട്ട് നമ്മളൊരു 20-15 മിനിറ്റ് വരെ മുടി കെട്ടി വെച്ചതിന് ശേഷം കുളിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ പാത്രം വെക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ 2 പേരുടെയും കൂടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വെക്കുന്നത്. അപ്പം വീണ്ടും അതുപോലെ വെള്ളം വെച്ച് വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നല്ലപോലെ തിളച്ചു കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സവോള തൊലിയാണ് ഇടുന്നത്. പിന്നെ ആ കൂടെ തന്നെ കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ട് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് താത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിവിടെ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന തേയിലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ തേയിലപ്പൊടി അല്ല കേട്ടോ. ഈ ഒരുമാതിരി ഉരുണ്ടിരിക്കുന്ന കട്ട പോലത്തെ തേയിലപ്പൊടിയില്ലേ, അതാണ് ഇട്ടേക്കുന്നത്. അതിപ്പോൾ ഒരു 1.5 സ്പൂൺ വരും. അതതിനകത്ത് കിടന്ന് വെന്താലേ അതിൻ്റെ ആ ഒരു കടുപ്പ് ഇറങ്ങത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള ഷാമ്പു എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച കട്ടൻ ചായ ഇല്ലേ, അത് ഇതിലേക്ക് അരിച്ചൊഴിക്കുക. സവോളയും തേയിലപ്പൊടിയും കൂടി ഇട്ടെടുത്ത് എന്നിട്ട് ഈ ഷാമ്പുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മുടിക്ക് എന്തോരം നീളം, ഇതിപ്പം അച്ഛന് മുടിക്ക് നല്ല നീളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷാമ്പു എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ മുടി കുറച്ചുള്ളവർ കുറച്ചെടുത്താൽ മതി. മുടിക്ക് നീളമുള്ളവർ അതനുസരിച്ച് എടുക്കുക. കാര്യം മുടിയെ മുഴുവനും ഇട്ട് നല്ലപോലെ പതപ്പിച്ച് കഴുകാനായിട്ട് വേണം. നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഷാമ്പു ഇട്ട് കഴുകിയാലും ഉണ്ടല്ലോ മുടി അങ്ങനെ പൊട്ടിപ്പോകോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഇനി അച്ചിപ്പോൾ ഒരു 20 മിനിറ്റ് ആയേ തലയിൽ പുരട്ടിയിട്ട്. ഇനിയൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തല പറ്റിയിട്ട് ഇനിയിപ്പോൾ കുളിക്കാം. തലയൊക്കെ കഴുകി നല്ലപോലെ കുളിച്ചേച്ച് വരട്ടെ. അത് കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, ആ വ്യത്യാസം മനസ്സിലാകും. ഇതിപ്പോൾ ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിനിപ്പോൾ ഞാൻ എടുത്ത ഷാമ്പു ഏതാണെന്നൊന്നും ഇനി എല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട. കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല. ഏത് ഷാമ്പു ആണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ അല്ലാതെ ഇന്ന ഷാമ്പു തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പിൾ പാക്കറ്റ് ആയാലും മതി കേട്ടോ. മുടി കഴുകി കഴിഞ്ഞ് ഉള്ള ഒരിതാണേ ഇത് കേട്ടോ. നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്ന മുടി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുടിക്ക് നമുക്ക് ഒന്നും കൂടെ നീളം തോന്നും കേട്ടോ. ഒരു ഇച്ചിരി കൂടെ നീളം വെച്ച് എനിക്കൊന്നത് ഇച്ചിരി കൂടെ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് തോന്നുന്നു മുടി ഇങ്ങനെ ഷാമ്പു കൊണ്ടിട്ട് കഴുകുമ്പോഴത്തേക്ക്. അതൊക്കെ നിൽക്കുമ്പോൾ നല്ല തിളക്കമാണ്, നല്ല സിൽക്കി ആയിട്ടാണ് മുടി കിടക്കുന്നത്. നല്ല ഭംഗിയിലാണ് കിടക്കുന്നതായിട്ട് കണ്ടോ. ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട്, പക്ഷേ അത്രയും ഉണങ്ങാനുണ്ടായിട്ട് പോലും മുടി നല്ല ഉള്ളായിട്ട് തിക്കായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മുടിയുടെ എന്നതൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് കണ്ടല്ലോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാതിരിക്കരുത്. അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ്. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരുപാടൊന്നുമില്ല, മുടിയുടെ ടിപ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.